നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ കൂടെയുള്ള ഹജ്ജ് ഇനി വേണ്ട, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. കുട്ടികളുടെ സുരക്ഷ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹജ്ജിന് കുട്ടികളെ ഒഴിവാക്കുന്നത് എന്നതാണ് സൗദി ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ വർഷത്തേക്ക് എന്തായാലും കുട്ടികളെ ഹജ്ജിന് കൂടെ കൂട്ടരുത് എന്നതാണ് സൗദി ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഓരോ വർഷവും 20 ലക്ഷത്തിലേറെ പേരാണ് ഹജ്ജ് വേളയിൽ മക്കയിലെത്താറുള്ളത്. ഈ വേളയിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് ഈ ഉത്തരവ് അറിയിച്ചതിന് പിന്നാലെ ഹജ്ജ് ഉംറ മന്ത്രാലയം അവകാശപ്പെടുന്നു. 2025 ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹജ്ജിന് വരുന്ന ആഭ്യന്തര വിദേശ തീർത്ഥാടകർ ചെറിയ മക്കളെയും കൂടെ കൂട്ടുന്ന പതിവ് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വർഷം കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2024 നടന്ന ഹജ്ജിനിടെ നിരവധി പേരാണ് മരിച്ചിരുന്നത്. കടുത്ത ചൂട് കാരണം ജൂൺ 14-നും 19-നും ഇടയിൽ മക്കയിൽ ഹജ്ജ് തീർത്ഥാടനത്തിനെത്തിയിരുന്ന ഏകദേശം 1301-ലധികം പേരാണ് മരണപ്പെട്ടത്. തീർത്ഥാടനത്തിനിടെ എത്തുന്ന ആളുകൾക്കിടയിലെ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരണങ്ങളും ഏറെ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് സൗദി ഉത്തരവിറക്കുന്നതിന് പിന്നാലെ പറയുകയുണ്ടായി. ഓരോ വർഷവും ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ദുൽഹജ്ജ് മാസത്തിലാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം സൗദി അറേബ്യയിലെ മക്കയിൽ നടന്നുവരുന്നത്. കഴിവുള്ളവർ നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്നതാണ് ഇസ്ലാമിക വിശ്വാസ പ്രമാണം പറയുന്നത്. ഉംറയുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് ഹജ്ജിനുള്ളത്. കൂടാതെ അറഫ് സംഗമം ഹജ്ജിന്റെ പ്രത്യേകത കൂടെയാണ്. സൗദിയിലെ പൗരന്മാർക്കും താമസക്കാർക്കും നുസുക് ആപ്പ് വഴിയോ ഔദ്യോഗിക പോർട്ടൽ വഴിയോ ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യക്കുള്ള തീർത്ഥാടകരുടെ ക്വാട്ടയും സൗദി അറേബ്യ പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുന്നവർ കൂടെ വരുന്ന മറ്റുള്ളവരുടെ വിവരങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഇത്തവണത്തെ കർശന നിർദ്ദേശത്തിൽ മറ്റൊന്ന്. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയും സർക്കാർ ക്വാട്ടയിലും ഹജ്ജിനായിട്ട് ഹാജിമാർ മക്കയിലേക്ക് പോകുന്നത് പതിവാണ്. അതേസമയം സൗദി അറേബ്യ വിസ നിയമത്തിൽ ചില മാറ്റങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം. 14 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് നിർത്തലാക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിംഗിൾ എൻട്രി വിസ മാത്രമാണ് ഇനി ഇവർക്ക് അനുവദിക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ വിപുലമാക്കുന്നതിനാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നതാണ് വിലയിരുത്തൽ. ഹജ്ജ് പ്രമാണിച്ച് വിസയിലും വലിയ നിയന്ത്രണങ്ങളാണ് സൗദി അറേബ്യ വരുത്തിയിരിക്കുന്നത് എന്നത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഇന്ത്യയെ കൂടാതെ അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ട്യൂണീഷ്യ, യമൻ രാജ്യക്കാർക്കും മൾട്ടിപ്പിൾ എൻട്രി വിസ സൗദി തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. ടൂറിസം, ബിസിനസ്, ഫാമിലി വിസിറ്റ് എന്നീ ആവശ്യങ്ങൾക്കായുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത്. ഇവർക്ക് ഒരു തവണ മാത്രം പ്രവേശന അനുമതി നൽകുന്ന സിംഗിൾ എൻട്രി വിസ ഉപയോഗപ്പെടുത്താമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. 30 ദിവസമായിരിക്കും ഇതിന്റെ കാലാവധി.